ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അധിക പരിചരണങ്ങളും വേണ്ടാത്ത, എന്നാൽ തീരെ നോക്കണ്ടെന്നല്ല, അത്യാവശ്യം കുറഞ്ഞ കെയറിങ് മതിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉള്ള നീല കൊടുവേലിയാണ് കേട്ടോ. ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് അധികം കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തെച്ചികൾ, ഇതൊക്കെ എൻ്റെ വലിയ വലിയ തെച്ചികളിൽ നിന്ന് ഞാൻ എടുത്ത് ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. തെച്ചി ഇതിനൊന്നും ഞാൻ കുഴിച്ചിടുമ്പോൾ യാതൊരു വളവും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഹെലിക്കോർണിയ എന്നാണ് ഈ ചെടീൻ്റെ പേര്. ഈ ചെടി അടിപൊളിയാണത്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെടിയാണത്. എന്താണ്, അധികം പരിചരണമോ കാര്യങ്ങളോ ഒന്നും ഞാൻ അതിന് കൊടുക്കാറില്ല. ജസ്റ്റ് അവിടെ ഒന്ന് നട്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പുറത്ത് കുറേ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പറിച്ചിട്ട് ഈ ഷോവാളിൻ്റെ ഉള്ളിൽ കൊടുത്താണ് കേട്ടോ. കേട്ടോ, ഇത്രയും കുറേ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് ഈ മഴയായപ്പോൾ. മഴയാകുമ്പോൾ എന്തോ പോലെയല്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ. പിന്നെ അഗ്ലോണിമ, എല്ലാവരും പറയാറുണ്ട് അഗ്ലോണിമ നല്ല കെയറിങ് വേണം, പക്ഷേ ഇത് നമ്മൾ അധികം വെയിൽ ഇതിന് പറ്റില്ല. ആ വെയിലുള്ള സമയത്ത് ഞാൻ അപ്പുറത്താണ് വെക്കുക. അത് മഴയായപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഇതിപ്പോൾ മഴയാകുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത കോലത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ മഴ കൊണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് ഉള്ളിൽ ഞാൻ വെക്കാറുണ്ട്, ഇൻഡോറായിട്ടും ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇൻഡോറിൽ വെക്കുമ്പോഴും വലിയൊരു പരിചരണമൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇടക്കൊന്നിട്ട് വെയിലത്ത് ഇങ്ങനെ പുറത്തേക്ക് വെക്കും, അല്ലാതെ വളമോ കാര്യങ്ങളോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ഇതൊരു വെള്ള കളറാവും അധികം വെയിൽ തീരെ കിട്ടാണ്ടാവുമ്പോൾ. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ തെച്ചിമരങ്ങളുണ്ട് എൻ്റെ കയ്യിലിട്ടത്. ഞാൻ ഈ പുതിയ വീട്ടിലേക്ക് താമസിച്ച ശേഷം തന്നെ നട്ടതാണ് കേട്ടോ. നിറച്ച് പൂവ് ഉണ്ടാവാറുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. തെച്ചി നിറച്ച് പൂവിട്ടിക്കണ കാണാൻ. അപ്പം ഇതിൻ്റെ താഴെയാണ് ഇതിന് തൈകളുണ്ടാവും. കൊമ്പ് കുത്തിയാലും ഉണ്ടാവും, പക്ഷെ ഇതിന് താഴെ കുറേ തൈകളുണ്ടാവും. അപ്പം ഞാൻ ഈ സമയത്താണ് ഞാൻ പിടിപ്പിക്കുക. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ നട്ടുവെച്ചതാണ്. ഇത് പിന്നെ ഞാൻ അധികം ഇങ്ങനെ ഇറക്കിയിട്ടില്ല പുറത്തേക്ക്, ഇതിങ്ങനെ ആ സൈഡിൽ തന്നെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം എന്താണ്, പുതിയതായിട്ടൊക്കെ ചെടികളൊക്കെ നടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ധൈര്യമായിട്ട് നടാം കേട്ടോ. എന്താണ്, വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു ചെറിയ ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പോൾ എനിക്കൊരു ചെറിയ മോളുള്ളത് കൊണ്ടാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെക്കാത്തത്. കാരണം എന്താ, ഡേഞ്ചറാണല്ലോ വീടിൻ്റെ ഉള്ളിൽ ചെറിയ മക്കളുണ്ടാകുമ്പോൾ. പക്ഷെ നല്ല ഷോ ഉള്ള അടിപൊളി ചെടിയാണിത്. പിന്നെ കുറേ ദിവസം അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് വെക്കണം, സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കയ്യിലുള്ള റോസാണ്, ഇതൊന്നും വലിയൊരു ഇതില്ലാത്ത റോസുകളാണ് കേട്ടോ. പിന്നെ ഇതാണ് അരേലിയ, കണ്ടോ. ഇതൊന്നും വളമൊന്നും ഞാൻ ഇടാറില്ല. ഓക്കേ, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ.